നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശശി തരൂരിന് മുഖ്യമന്ത്രി മോഹം ഉണ്ടെന്ന സൂചനകൾ മുമ്പേ പുറത്തു വന്നതാണ്. പെട്ടെന്നിരുന്നാൾ പാണക്കാട്ടേക്കും ചങ്ങനാശ്ശേരിയിലേക്കും അരമനകളിലേക്കുമെല്ലാം നടത്തിയ യാത്രകളും ഇതിന് മുന്നോടിയായിരുന്നു. എന്നാൽ തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ബന്ധം വഷളായതോടെ അന്ന് പിന്തുണച്ച പലരും പതിയെ പിന്മാറി. കഴിഞ്ഞ കുറച്ചു കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തുണയ്ക്കുന്ന നിലപാട് തരൂർ പലകുറി ആവർത്തിച്ചു. വേണമെങ്കിൽ നടപടിയെടുത്തോളൂ എന്ന വെല്ലുവിളിയുടെ മട്ടിലായിരുന്നു തരൂരിൻ്റെ പല പ്രസ്താവനകളും. ഇതിനിടയിലാണ് തരൂർ ഒരു സർവേ വാർത്ത സ്വയം ഷെയർ ചെയ്തത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയതെന്ന് അവകാശപ്പെടുന്നതാണ് സർവേ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് തരൂരിനെയാണെന്നും ഈ സർവേ അവകാശപ്പെടുന്നു. കേരളത്തിൽ ഭരണമാറ്റം പ്രവചിക്കുന്ന സർവേ വിശദമായി പഠിച്ചാൽ അതിൽ BJP താൽപ്പര്യം വ്യക്തമാണ് താനും. ചില ഇംഗ്ലീഷ് പത്രങ്ങളുടെ വെബ്സൈറ്റുകൾ സർവേ വാർത്തയാക്കിയെങ്കിലും അധികമാരും അത് ഏറ്റുപിടിച്ചില്ല. UN മുൻ വക്താവും മാധ്യമപ്രവർത്തകനും തരൂരിൻ്റെ സുഹൃത്തുമായ ED മാത്യു ഇതു സംബന്ധിച്ച് എക്സിൽ പോസ്റ്റിട്ടു. VD സതീശൻ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ മെൻഷൻ ചെയ്യുന്നതായിരുന്നു ഈ പോസ്റ്റ്. തരൂരിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മലയാളികൾ ആഗ്രഹിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന സർവേ സംബന്ധിച്ച ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് തരൂർ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താനാണ് യോഗ്യനെന്ന് പറയുന്ന സർവേ സ്വയം ഷെയർ ചെയ്യുക വഴി തൻ്റെ മുഖ്യമന്ത്രി പദമോഹം കൂടിയാണോ തരൂർ പരസ്യപ്പെടുത്തുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, താങ്കളുടെ കൂടി MP ആയ ശ്രീ ശശി തരൂർ, അദ്ദേഹമാണ് കേരളത്തിലടുത്ത മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ മലയാളികൾ അദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു സർവേ പുറത്തു വന്നു. ഇതെങ്ങനെയാണ് അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ആ സർവേ തരൂർ തന്നെ പങ്കുവെക്കുകയാണ്. ഇങ്ങനെ താനാണ് യോഗ്യൻ എന്ന് പറയുന്ന ഒരു സർവേ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം സാറേ, അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുന്ന വാക്കുകളും കറക്റ്റാണ്. ഇന്ത്യൻ അടിയന്തരാവസ്ഥ കാലത്ത് 1975-77 കാലഘട്ടങ്ങളിൽ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഏറ്റവും വിവേകപൂർണമായ 21 മാസം നമ്മള് അദ്ദേഹം അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് എഴുതിയ ലേഖനത്തെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. തരൂർ സ്വയം മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ അത്തരമൊരു ശ്രമം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. സാറേ, ഇന്ത്യക്ക് സ്വന്തമായി കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് നശിപ്പിച്ചു. ഇന്ത്യ നശിപ്പിച്ചു, മതരാഷ്ട്രത്തിന്റെ വില കളഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റാണ്. അദ്ദേഹം BJP എവിടെ പൊയ്ക്കോട്ടെ, ഞാൻ കോൺഗ്രസ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. MP ആയി വന്നത് അതിൽ കൂടിയാണ് വന്നത്. അദ്ദേഹത്തിന് ഞാൻ കൂടി കൊടി പിടിച്ച് ഞാൻ കട്ടൻ കാപ്പി, നമ്മളെ കേക്ക് പറയും, പഴക്കേക്ക് എന്ന് പറയും. അദ്ദേഹം 3 മണി കഴിക്കുമ്പോൾ, രാവിലെ ആഹാരം കഴിക്കുന്നത് 3 മണിക്കാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹമാണ്. സാധാരണക്കാരനെ വരുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ഇന്ന് കൂടെ നിൽക്കുന്ന മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത്. സാറേ, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ് ഞാൻ പല വേദിയിലും പറ്റുണ്ട്. അദ്ദേഹം BJP പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ ആൾക്ക് ആക്ഷേപിച്ചു. സാറ് കേട്ട കേസാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും ഇന്ത്യക്ക് വേണ്ടിയാണ്. ഒരു ശശി തരൂർ അദ്ദേഹത്തിന്റെ തരൂർ അദ്ദേഹത്തിന്റെ പേരാണ്. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ആ ജനാധിപത്യം ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തരൂർ കേരളത്തിൽ അടുത്ത തവണ മുഖ്യമന്ത്രി ആവണം എന്നൊരു മോഹം അദ്ദേഹം പരസ്യമാക്കിയതാണോ? സാറേ, ഞാൻ സാധാരണ റെസ്പെക്ട് മാനേഴ്സ് ഡിസിപ്ലിൻ ക്രിയേറ്റ് സംസാരിക്കും. 10-73 വർഷത്തെ ഒരാളാണ് എക്സ്പീരിയൻസ് ഉള്ളത്. 73 ഒരു വലിയ പ്രായമല്ല ശ്രീ ദിവാകരൻ. അതെ അതെ അതെ. ഇപ്പോ ഞാൻ യുവത്വത്തിലെ വേറെ രോഗങ്ങളും ഇല്ല. ഗാനമേളയിലും പാടുന്നുണ്ട്, നല്ല പ്രെയർ ഉണ്ട്, നല്ല ഹെൽത്ത് എല്ലാം കൊണ്ടും മകളെല്ലാം പഠിപ്പിച്ച് ഉന്നതിയിൽ എത്തിച്ചിട്ട് എല്ലാം. ഞാനത് ഒന്ന് വാല്യുബിൾ ആയിട്ട് ഒന്ന് പറഞ്ഞോട്ടെ സാറേ. അതായത് അദ്ദേഹം ഇപ്പോ ഞാൻ പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഞാൻ കുറ്റപ്പെടുത്തുമ്പോ ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല. നമ്മളെ അടിയന്തരാവസ്ഥയെ കുറിച്ച് തരൂർ പറഞ്ഞ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. തരൂർ ഈ ഒരു സർവേ ഷെയർ ചെയ്തിട്ട് അദ്ദേഹം താൻ മുഖ്യമന്ത്രി സ്ഥാനത്തെ കൂടുതൽ മലയാളികൾ പിന്തുണയ്ക്കുന്നത് തന്നെയാണ് എന്ന് പറയുന്ന ഒരു സർവേ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തതിനെ കുറിച്ചാണ്. അതിനോട് ചേർന്നിട്ട് ഞാൻ തരൂരിന്റെ പറയാ സാറേ, ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച് ശ്രീ ദിവാകരൻ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ആ വിഷയമല്ല ചർച്ച ചെയ്തത്, അതുകൊണ്ടാണ്. അല്ല, അതിലെടുത്ത് സാറേ ഇതും വെച്ചിട്ടല്ലോ ലേഖനത്തിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു ബ്രീഫ് ആയിട്ടൊന്ന് ശ്രീ ദിവാകരൻ ദേവി അത് ക്ഷമിക്കണം. നമുക്ക് ഒരു വിഷയം എടുത്താൽ ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ പ്രയാസമാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? തരൂർ തന്നെ തന്നെയാണ് മുഖ്യമന്ത്രി ആവാൻ കൂടുതൽ മലയാളികൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞൊരു സർവേ വരുന്നു. ആ സർവേയുടെ ഫലം അദ്ദേഹം തന്നെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടി ആ സർവേ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ BJP-യെ അനുകൂലിക്കുന്നതെന്ന് തോന്നുന്ന ഒരു സർവേ കൂടിയാണത്. ശ്രീ മോഹൻദാസ്, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞു ഈ മറ്റേ മനുഷ്യ മതങ്ങൾ എന്നുള്ള പാട്ട് നമ്മൾ പൊതുവേദിയുടെ നാഷണൽ ആന്തമായിട്ട് വരുന്നവര് മുഴുവൻ അത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അത് പോട്ടെ. അപ്പൊ ഈ ശശി തരൂര് നാവ് BJP വിലക്കെടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിനൊക്കെ കൂടുതൽ ചോദിച്ച് പ്രധാനമന്ത്രി പദമാണ്. പക്ഷെ അത് മോദി അവിടെ ഇരിക്കുന്നവരും അത് കിട്ടില്ല. അപ്പൊ ഇവിടെ എന്ത് വേണേലും ചെലവാക്കും. ഇവിടെ ആർജവും ഇല്ലാത്ത കോൺഗ്രസ് ഒരു നടപടി എടുത്തിട്ട് വെളിയിലാക്കിക്കൂടെ? ഇതിനെ എത്ര കാലം ഇതിനെ കൊണ്ട് നടക്കണം? ഇതാണ് ഈ കോൺഗ്രസിന് പറ്റുന്ന തെറ്റ്. ഇത്തരക്കാരെ മറ്റു പാർട്ടികളാണെങ്കിൽ CPM ആണെങ്കിൽ പറയേ വേണ്ട, ചവിട്ടി വെളിയിലാക്കിയിട്ടുണ്ടാവും. അതാണ് വേണ്ടത് ശരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. ശ്രീ രാജീവാണ് വയനാട് നിന്നും. ശ്രീ രാജീവ്. രാജു വയനാട്. ഓക്കെ. ശ്രീ രാജു, താങ്കൾ പറഞ്ഞു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിന് ഈ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആവണം എന്നൊരു മോഹമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം വന്ന് തന്നെ അത് പരസ്യമാക്കുകയൊക്കെ ചെയ്യുന്നതാണോ? തരൂരിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റില്ല സാറേ. കാരണം എന്നറിയോ, ഒരു പാർട്ടിക്ക് അതിന്റെ ചട്ടക്കൂടുകളില്ലേ? ആ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് മുഖ്യമന്ത്രി ആകണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ശരിയായ തീരുമാനമല്ലത്. അയാളെ പാർട്ടിയുടെ നിയമങ്ങളും ബയലുകളും അംഗീകരിച്ച് പാർട്ടി ഉൾക്കൊണ്ട് വേണം. അയാള് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയേറെ പ്രശസ്തനായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തരൂര് വന്നെന്നും പറഞ്ഞുകൊണ്ട് അത് തന്നെയല്ല. തരൂർ എന്ന് പറയുന്ന അനുഭാവിയെ കോൺഗ്രസ് ആണല്ലോ ഈ 3 വർഷം തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിച്ചു കൊണ്ടുവന്നത്, 3 പ്രാവശ്യം. അതുകൊണ്ട് തരൂരിന്റെ ആ അഭിപ്രായത്തോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂര് ഇങ്ങനെ ഒരു സർവേ, താൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സർവേകളുടെയൊക്കെ ശാസ്ത്രീയതയെ സംബന്ധിച്ചും അല്ലെങ്കിൽ അത് ആര് നടത്തിയതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സർവേ അദ്ദേഹം തന്നെ അത് ഷെയർ ചെയ്യുകയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്തേ സാർ. നമസ്കാരം സാറേ. ഇപ്പൊ നമ്മൾക്ക് അറിയാം, അദ്ദേഹം നല്ലൊരു കഴിവുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ നമ്മളുടെ ഈ കേരളത്തില് വന്ന് അദ്ദേഹം നിൽക്കേണ്ട ഒരാളല്ല. അത് നമ്മുടെ വിദേശകാര്യമായിട്ടും മറ്റ് കേന്ദ്രപദമായിട്ടും നിൽക്കേണ്ടതാണ്. അദ്ദേഹത്തെ പോലെ നല്ല കഴിവുള്ളത് ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ പോലും ഒരു നേതാവില്ല. എല്ലാ തരത്തിലും പുള്ളിക്ക് നല്ല കഴിവാണ്. അത് വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഏതെങ്കിലും രീതിയിൽ ഒരു ഇത് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഇപ്പം കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് അദ്ദേഹം ഇനിയിപ്പം എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സുകാർ അനുവാദം കൊടുക്കുന്നു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹം വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, അദ്ദേഹത്തിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ അത് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനും പറ്റത്തില്ല. എന്റെ ഒരു അഭിപ്രായമാണ്. കോൺഗ്രസ് ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ശരി, ഓരോരുത്തർക്കും അങ്ങനെ ഓരോ താല്പര്യങ്ങളോ കാണും. എന്തായാലും ശ്രീ സലാഹുദ്ദീനാണ്. ശ്രീ സലാഹുദ്ദീൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശശി തരൂർ കഴിഞ്ഞ കുറച്ചു കാലമായി ഹൈക്കമാൻഡുമായിട്ടും കേരളത്തിലെ നേതൃത്വമായിട്ടൊക്കെ ഇടഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെയാണ് കേരളത്തിലെ ജനങ്ങളൊക്കെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു സർവേ, ആ സർവേ അദ്ദേഹം തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. എന്റെ അഭിപ്രായം, കേരളത്തിൽ നിന്ന് 4 വർഷം തിരുവനന്തപുരം ലോക്സഭയിലേക്ക് മത്സരിച്ച ശശി തരൂര് എന്തുകൊണ്ട് യോഗ്യനായോണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. അതേ സ്ഥാനത്ത് പുള്ളി ഇപ്പൊ ഏത് പാർട്ടി നിൽക്കുമെന്ന് അറിയാൻ വയ്യ. കോൺഗ്രസിലാണോ BJP-യിലാണോ CPM-ലാണോ എന്നറിയാം. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂര് കേരളത്തിലെ പൊതുവെ ഉള്ളത്. പക്ഷേ ഇതേ എവിടെ നിൽക്കുന്നില്ല. ഇപ്പൊ മോദിയെ സ്തുതിക്കുന്നുണ്ട്, പിണറായി വിജയനെ പ്രതികരിക്കുന്നില്ല. ഒരു തിരുവനന്തപുരത്തെ പ്രകടനം യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് പുള്ളിയെ കാണാനില്ല, തിരുവനന്തപുരത്തെ MP-യെ കാണാനില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പൊ എങ്ങനെ ഈ പുള്ളി നമ്മള് കോൺഗ്രസിലേക്ക് അവർ പരിഗണിക്കുമെന്നാണ് എന്റെ വ്യക്തിപരമായ ചോദ്യം. എന്തുകൊണ്ട് യോഗ്യനാണ് ശശി തരൂർ. അതിനുശേഷം ഇവിടെ രമേശ് ചെന്നിത്തല കിടക്കുന്നു, VD സതീശൻ കിടക്കുന്നു. ലാസ്റ്റ് ഘട്ടത്തില് KC വേണുഗോപാല് കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി നോമിനിയായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. എന്തുകൊണ്ടും ശശി തരൂർ യോഗ്യം തന്നെയാണെന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ
ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂർ കൂടി അടുത്ത പ്രാവശ്യം UDF ഭരണം കിട്ടുമെന്ന്, അപ്പോൾ തനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നും ഒക്കെ ഉള്ളൊരു മോഹം അദ്ദേഹം പുറത്ത് ചാടിയതാണോ അത്? തീർച്ചയായിട്ടും സാറേ, നമസ്കാരം. നമസ്കാരം സാറേ, അത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് കറക്റ്റ് പോയിന്റാ. ഇത്രയും നാളും കോൺഗ്രസ് അതുപോലെ സ്നേഹിച്ച ഒരു തുല്യമായ ഒരു വ്യക്തിയാണ്. ഞാനും കൂടെ സ്നേഹിച്ച ഒരാളാണ്. പക്ഷെ കൊട്ടിയ വാതിൽ പുള്ളി തന്നെ അത് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്തായാലും അയാളെ മുഖ്യമന്ത്രിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള യോഗ്യതയും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, കാരണം BJPയുടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നിടത്ത് പോയി മത്സരിച്ച് അവിടെ പോയി മുഖ്യമന്ത്രി ആവട്ടെ. അതാണ് ഒന്ന്. അതല്ലെന്നുണ്ടെങ്കിൽ അവരും അവിടെ എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പിനോ ഒഴിവുണ്ടെങ്കിൽ അവിടെ പോയി ജോലി ചെയ്തിട്ട്. കോൺഗ്രസിന് എന്തായാലും അദ്ദേഹത്തെ വേണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് എന്തായാലും സന്തോഷ് കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സന്തോഷിലേക്ക് പോകും മുമ്പ് വേഗത്തിൽ ഒന്ന് രണ്ട് ചില കമൻറ്റുകളെങ്കിലും ഒന്ന് വായിക്കണം. ഷിജു കിരിയത്ത് വായിക്കും. നമസ്കാരം കിരൺ, സുഖമാണോ? ലാസ്റ്റ് ഇയർ വാസ് മൈ ഫസ്റ്റ് വോട്ട് ആൻഡ് ഐ കാസ്റ്റഡ് മൈ വോട്ട് ഫോർ ശശി തരൂർ ജസ്റ്റ് ടു ബ്രിങ് ഡെമോക്രസി ബാക്ക് എന്ന് പറയുന്നു. എനിബഡി ക്യാൻ മേക്ക് ഡെവലപ്മെൻറ്റ് ബട്ട് അവർ ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ. പ്ലീസ് ബി അവെയർ ദിസ് റിയാലിറ്റി ഫ്രണ്ട്സ് എന്ന് ഷിജു കിരിയത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും മറ്റൊന്ന്, ശശി തരൂർ കോൺഗ്രസിനെ പിളർത്തി പുതിയ പാർട്ടി ഉണ്ടാക്കും, അതാണ് ലക്ഷ്യമെന്നൊക്കെ VC തോമസ് പറയുന്നു. ഈ ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പത്തിലുള്ള പണിയല്ല ശ്രീ VC തോമസ്. അത് ചെറിയ പാർട്ടിയായാലും വലിയ പാർട്ടിയായാലും ഒക്കെ അതിന് ഒരുപാട് അധ്വാനം ആവശ്യമുണ്ട്. ഒരുപാട് അത്തരത്തിലേക്കുള്ള ഒരു നേതാവായി നിൽക്കുന്ന ആൾ അങ്ങനെ തന്നെ നിൽക്കണം. അല്ലാതെ എളുപ്പത്തിൽ കഴിയുന്ന ഒന്നല്ല. മറ്റൊരു നിലനിൽക്കുന്ന ഒരു പാർട്ടിയിൽ പോയി നേതാവാകുന്നത് പോലെ അല്ല അത്. അതോടൊപ്പം തന്നെ ശരിയാണ്, കോൺഗ്രസ് പിളരാനുള്ള സാധ്യത കാണുന്നു. ശേഷം BJPയിലേക്ക് മാറാനും ചാൻസ് ഉണ്ടെന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. ന്യൂസ് 18 ഇത്ര തരം താണ് പോയല്ലോ സാറേ. എന്തെല്ലാം നീറുന്ന പ്രശ്നങ്ങളുള്ളപ്പോഴാണ് തരൂർ വിഷയം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പദം ഉള്ളത്. അടുത്ത 5 വർഷത്തേക്ക് പിണറായി ബുക്ക് ചെയ്തിരിക്കുകയാണ് കേന്ദ്രത്തിൽ എന്നൊക്കെ ജയകുമാർ പറയുന്നു. എന്തിനാണ് ശ്രീ ജയകുമാർ ന്യൂസ് 18 തരം താഴ്ന്നു പോകുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ശശി തരൂർ. ശശി തരൂർ അത്തരം ഒരു ട്വീറ്റ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതിന് അത്തരമൊരു വിഷയം എടുക്കുന്നതിന് എന്തിനാണ് നാണക്കേട്? നീറുന്ന പ്രശ്നങ്ങളൊക്കെ എത്രയോ ദിവസം എടുത്തിരിക്കുന്നു. അല്ല ഇന്നിപ്പോൾ പുതുതായി എന്തെങ്കിലും ഒരു നീറുന്ന പ്രശ്നം വന്നു. നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്ര തരംതാണ് പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ അങ്ങനെ ഒരു നീറുന്ന ഏതെങ്കിലും ഇന്ന് എടുക്കേണ്ട ഒരു 4 വിഷയം കൂടി താങ്കൾ നിർദ്ദേശിക്കൂ. ഇന്ന് ഉണ്ടായ വിഷയമാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം, അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ഞങ്ങൾ തെറ്റാണെന്ന് പറയാം. അല്ലാതെ തരംതാണ് പോയെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? സുനിൽകുമാറാണ് കോൺഗ്രസ് ഒരിക്കലും ശശി തരൂരിനെ മുഖ്യമന്ത്രി ആക്കുമല്ലോ എന്ന് തരൂരിനും ജനങ്ങൾക്കും അറിയാം എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ ഷാജി ഭാസ്കരൻ ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നു എന്നുള്ളതാണ്. നാടൻ ഭാഷയിലൊക്കെ അങ്ങനെ ഒരു കമൻ്റുണ്ട്, ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നു. തരൂരിനെയാണ് തന്നെയാണ് കേരള ഇയർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നതെന്ന് തരൂർ തന്നെ പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ എന്തായാലും കൊള്ളാം. എന്തായാലും കേരളത്തിൽ 2 ദിവസമായി അരങ്ങേറുന്ന അരാജകത്വം ഇവിടെ ചർച്ച ചെയ്യില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. കേരളത്തിൽ 2 ദിവസമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അരാജകത്വമൊന്നും അരങ്ങേറുന്നില്ല. ഇന്നലെ ഒരു പണിമുടക്ക് നടന്നിട്ടുണ്ട്. ഇന്നിനി അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടന്നോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് അല്ലെങ്കിൽ കൂടുതൽ പിന്തുണ എന്നൊക്കെ പറയുന്ന ഒരു സർവേ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ്. സാർ നമസ്കാരം. ആര് ഭരിച്ചാലും സാധാരണക്കാരന് ജീവിക്കാൻ കഴിയണം. ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കണ്ടില്ലേ? അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരട്ടെ, എല്ലാവർക്കും പരമസുഖം. അടുത്ത മുഖ്യമന്ത്രിക്ക് യോഗ്യൻ തരൂർജിയാണ്. കുപ്പായം തയ്ച്ചു വെച്ചവർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഇത്രേ ഇപ്പൊ പറയാനുള്ളൂ. ശ്രീ സന്തോഷ്, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെയും കേരള നേതൃത്വത്തിൻ്റെയും എല്ലാം അനുഭവവിധനായി നിൽക്കുമ്പോഴും താനാണ് അടുത്ത തവണ മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ എന്നുള്ള മട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ അരുൺ സാറേ, അരുണല്ല എന്താ മറ്റേ സാറേ എവിടെ? മനുവാണോ? മനു നാളെ മനു സാറ് കാണുന്നില്ല. എന്ത് ചെയ്തേ? ഒരു പനിയായിട്ട് കിടപ്പാണ്, നാളെ എത്തും. പിന്നെ എന്റെ അഭിപ്രായത്തില് ശശി തരൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പലസ്തീൻ വിഷയത്തില് അദ്ദേഹത്തെയാണ് കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ പുരുഷനായി പേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ വിഷയത്തില് അദ്ദേഹമാണ് മുൻപന്തിയുള്ളത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്നാണ് ചില ലീഗിന്റെ ആൾക്കാരൊക്കെ അന്ന് പറഞ്ഞു കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ
ഇദ്ദേഹം ഈ സർവേ നടത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ മാത്രം വിഷയമാണോ ചർച്ച ചെയ്യുന്നത്? ഇവിടെ ഗുജറാത്തില് ഇന്നലെ പാലയിടിഞ്ഞ് ഇവിടെ 13 ആൾ മരണപ്പെട്ടു. ഇവിടെ കോട്ടയത്ത് ഒരാൾ മരണപ്പെട്ടു. ഭയങ്കര വിഷയമായിട്ടാണ് എല്ലാ ചാനലുകളും അത് ചർച്ച ചെയ്തത്. അതെന്തുകൊണ്ടാ ഗുജറാത്തിലെ വിഷയം ചർച്ച ചെയ്യാത്തതാണ് എന്റെ ചോദ്യം. ശ്രീ സൂപ്പി, കേരളത്തിൽ ഈ വാർത്തയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും താങ്കളുടെ തൊട്ടടുത്ത സ്ഥലത്ത് നടക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം, അപകടത്തിൻ്റെ വ്യാപ്തിയേക്കാൾ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന വാർത്തകൾ അതിന് കൂടുതൽ പ്രാധാന്യം വരും. അത് സ്വാഭാവികമാണ്. അല്ലാതെ വാർത്തകളൊന്നും പാലപിടിഞ്ഞ വാർത്തകളൊക്കെ വിശദമായി നൽകിയതാണ്. അങ്ങനെ ഗുജറാത്തിൽ പാലപിടിഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിലൊരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ വാർത്ത കൃത്യമായി തന്നെ എല്ലാ ചാനലുകളും, കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ചാനൽ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും വളരെ വിശദമായി തന്നെ പത്രങ്ങളുമെല്ലാം നൽകിയതാണ്. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരിൻ്റെ ഒരു എങ്ങോട്ടാണ് ചാട്ടം എന്നറിയാത്ത ഈ നീക്കത്തെയൊക്കെ കാണുന്നത്? ശ്രീ കിരൺ, ഇപ്പം ശശി തരൂർ ഏതാനും ദിവസം മുമ്പ് വരെ അല്ലെ ഇന്നലെ വരെ വിശ്വപൗരനായിരുന്നു. ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം വിശ്വപൗരനല്ലാതായി മാറി. ഒരു അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് തന്നെ. അദ്ദേഹം അതിന്റെ പ്രശ്നം തുടങ്ങുന്നത് അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിച്ചപ്പോൾ തൊട്ടാണ്. അവിടെ തൊട്ട് അദ്ദേഹം കോൺഗ്രസിന് അനഭിനന്ദനായി. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് മറ്റ് MP-മാര് പോയതുപോലെ തന്നെ അദ്ദേഹവും വിദേശത്ത് പോയി ഭാരതത്തെ പറ്റി നല്ലത് പറഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഇപ്പൊ ഈ എമർജൻസിയെ പറ്റി എഴുതിയ ലേഖനങ്ങളെല്ലാം ഉൾപ്പെടെ ഇച്ചിരി ഔട്ട്സ്പോക്കൺ ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഇതാണ് ശശി തരൂരിന്റെ അനഭിമിതത്വം ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു സർവേ ഫലം വന്നത് അദ്ദേഹം തന്നെ അത് ട്വീറ്റ് ചെയ്തു. അതിനകത്ത് തെറ്റൊന്നുമില്ല. അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു എന്ന് വേണേ എടുക്കാം. അത് തന്നെയാണ് ചോദിച്ചത്. ഇപ്പോൾ ആയിക്കോട്ടെ, അല്ലല്ല, അതെങ്ങനെയാണ് ശ്രീ അജയകുമാർ? അദ്ദേഹം ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തക സമിതി അംഗമാണ്. ആ പാർട്ടിയെ പൂർണ്ണമായും സഹായിക്കുന്നതാണോ? ജയിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നൊക്കെ പറയുമ്പോഴും ആ പാർട്ടിയെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ BJPയെ സഹായിക്കുന്ന ഒരു സർവേ കൂടിയാണ്. അതിനകത്തെ ഒരു പെർസെൻറ്റേജ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ആ പാർട്ടി അംഗീകരിക്കാത്ത ഏതെങ്കിലുമൊക്കെ ആളുകൾ ചെയ്യുന്ന ഒരു സർവേ എടുത്ത് അത് ഷെയർ ചെയ്യുന്ന ആളാണോ ഈ തരൂർ? അല്ല, ആ ഒരു സർവേ ഫലം അദ്ദേഹം ട്വീറ്റ് ചെയ്തത് കൊണ്ടോ പ്രസിദ്ധീകരിച്ചത് കൊണ്ടോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിരോധിയാകണമെന്ന് ഞാൻ പാർട്ടിയുടെ വിരോധിയാണോന്നില്ല. നേരത്തെ ആളുകൾ പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടതുപോലെ ആണ്ടി നല്ല അടിക്കാരനാന്ന് ആണ്ടി തന്നെ പറയുന്നത് പോലെ അല്ലേ അത്? അല്ല, അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞില്ലയോ, അദ്ദേഹം ഈ പ്രസിഡന്റായിട്ട് മത്സരിച്ചപ്പോൾ തൊട്ട് കോൺഗ്രസിന് അനഭിമിതനാണ് അദ്ദേഹം. അപ്പൊ ഇനിയിപ്പോ അദ്ദേഹം എന്ത് ചെയ്താലും അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. വിഷയം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് അല്ലാതെ CPM-ലോ BJP-ലോ ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ പാർട്ടിയിൽ കാണുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ജനാധിപത്യമാണെന്നല്ലേ അവർ പറയുന്നത്. അതുപോലെ ജനാധിപത്യപരമായ ഒരു കോൺഗ്രസിൽ അദ്ദേഹത്തിന് ജനാധിപത്യപരമായ എല്ലാ കാര്യങ്ങളും പറയാമല്ലോ. ആ ജനാധിപത്യം എവിടെ വരെ എന്നുള്ള ഒരു വിഷയമൊക്കെ ഉണ്ട്. ജനാധിപത്യപരമായി പറയേണ്ടത് പാർട്ടിക്കുള്ളിലാണ്, അല്ലാതെ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ശരി. നമുക്ക് വളരെ സുപ്രധാനമായ ഒരു വാർത്ത വന്നതുകൊണ്ട് മാത്രം അതിലേക്ക് പോവുകയാണ്. കീമിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ സർക്കാർ അപ്പീൽ തള്ളി. മാർക്ക് ഏകീകരിച്ചത് സ്റ്റേറ്റ് സിലബസും CBSE-യും തമ്മിലുള്ള വിവേചനം ഇല്ലാതാക്കാനായിരുന്നു എന്ന സർക്കാർ വാദം. വിദഗ്ധ സമിതി പഠിച്ച ശേഷമാണ് മാറ്റങ്ങൾ വരുത്തിയതെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ ഈ വാദങ്ങളൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ടില്ല. കനത്ത തിരിച്ചടിയാണ് കേരള സർക്കാരിനെ നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള സിലബസുകാർക്ക് കൂടി തിരിച്ചടി നേരിടുന്ന ഉത്തരവാണ്. കൂടുതൽ വിവരങ്ങളുമായി മഞ്ജുഷ് ഗോപാലാണ് ചേരുന്നത്. ശ്രീ മഞ്ജുഷ്, എന്താണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, വലിയൊരു തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പ്രോസ്പെക്ടസിൽ അവസാന മണിക്കൂറിൽ തിരുത്തൽ വരുത്തിയത് നിയമവിരുദ്ധമാണെന്ന് സിംഗിൾ ജഡ്ജി കണ്ടെത്തിയതാണ്. ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയപ്പോൾ സർക്കാരിന് നേരിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ജഡ്ജിയുടെ വിധി ശരിവെച്ചിരിക്കുകയാണ്. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനത്തിൽ വലിയൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇത്തവണത്തെ പ്രവേശന നടപടികൾ നീളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി സർക്കാർ അടുത്ത നടപടി സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഡിവിഷൻ ബെഞ്ച് മുൻപാകെ സർക്കാരിന്റെ അപ്പീൽ വന്നപ്പോൾ തുടക്ക സമയത്ത് സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിലെ ചില പരാമർശങ്ങൾ, ഒരു പരാമർശം എടുത്തു പറയുകയാണെങ്കിൽ ഒരു പരാമർശം ഡിവിഷൻ ബെഞ്ച് നീക്കം ചെയ്തതാണ്. അതായത് കളി തുടങ്ങിയതിന് ശേഷം നിയമം മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു പരാമർശം സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാമർശം ഡിവിഷൻ ബെഞ്ച് നീക്കി എന്നതല്ലാതെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നില്ല. അതായത് കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ
കീം റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കണം എന്ന ആവശ്യമാണ്. അത് പുനഃക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഡിവിഷൻ ബെഞ്ചും നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇത്തവണത്തെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനത്തിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് കൂടി കൂടുതൽ അവസരം കിട്ടുന്നതിന് വേണ്ടി, ഇടം പിടിക്കാൻ അവസരം കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മാറ്റമാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ റദ്ദ് ചെയ്തതാണ്. ഇന്ന് ഡിവിഷൻ ബെഞ്ചും അത് അംഗീകരിക്കുക വഴി സംസ്ഥാന സർക്കാരിന് ഇനി മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരും എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു അലംഭാവമാണ് പ്രകടമായത്. അത് ഇന്നലത്തെ ഉത്തരവിൽ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. ഒരു തവണ പ്രോസ്പെക്ടസ് തയ്യാറാക്കി ആപ്ലിക്കേഷൻ ക്ഷണിച്ചതിന് ശേഷം അവസാന നിമിഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റൊരു രീതിയിൽ റാങ്ക് ക്രമീകരിച്ചതാണ്, റാങ്ക് നിർണയിച്ചതാണ് സർക്കാരിന് തിരിച്ചടിയായി മാറിയത്. അതാണ് ഹൈക്കോടതി ഇടപെടലിന് കാരണമായിരിക്കുന്നത്. ഇവിടെ CBSE സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികളും കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളും തമ്മിൽ വിവേചനം ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലായിരുന്നു ഹൈക്കോടതി നടത്തിയത്. ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ CBSE സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവസരം കുറഞ്ഞു പോയി, അതായത് അതൊരു വിവേചനമായി പോയി എന്ന കണ്ടെത്തലായിരുന്നു ഹൈക്കോടതി കണ്ടെത്തിയത്. ഡിവിഷൻ ബെഞ്ച് ഇന്ന് അക്കാര്യം ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രവേശന പരീക്ഷ നടത്തുമ്പോൾ, മത്സര പരീക്ഷ നടത്തുമ്പോൾ അവിടെ വിവേചനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിൽ കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. ഒരു തവണ ഒരു വ്യവസ്ഥ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യവസ്ഥ മാറ്റണമെങ്കിൽ അപേക്ഷ ക്ഷണിക്കുന്ന അവസാന ദിവസത്തിന് മുൻപായിരിക്കണം. അതിനുശേഷം ഒരു മാറ്റം വരുത്തുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നതാണ് ഉത്തരവിൽ. ആ ഉത്തരവ് തന്നെയാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചിരിക്കുന്നത്. മുൻകാല വിധികളുണ്ട് ഇതേക്കുറിച്ച് കോടതികളിൽ നിന്ന്. ഇങ്ങനെ മത്സര പ്രവേശന പരീക്ഷകളിൽ എങ്ങനെയാണ് വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, അതിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചൊക്കെ അങ്ങനെ കൃത്യമായ വ്യവസ്ഥകൾ ഉള്ളപ്പോൾ സർക്കാർ എങ്ങനെയാണ് ഏകപക്ഷീയമായി പ്രവേശന പരീക്ഷാ കൺട്രോളർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും അതുവഴി പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുകയും ചെയ്തത് എന്ന ചോദ്യമായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചത്. അതേ കാര്യം തന്നെ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ സർക്കാരിന് ധാരാളം സമയമുണ്ടായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി ഇതേ പ്രോസ്പെക്ടസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാലയളവിൽ സർക്കാരിന് കേരള സിലബസിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് വിവേചനം ഉണ്ടാകും എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയുണ്ടായിരുന്നു ഹൈക്കോടതി ഇന്നലെ. അക്കാര്യവും ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കീമിന്റെ ഫലം വന്നതിന് ശേഷം കുട്ടികളിൽ നിന്ന്, പരീക്ഷ എഴുതിയ കുട്ടികളിൽ നിന്ന് പ്ലസ് 2 പരീക്ഷയുടെ മാർക്കുകൾ ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ പ്ലസ് 2 പരീക്ഷയുടെ മാർക്കുകൾ കിട്ടി കീമിന്റെ മാർക്കും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു ക്രമീകരണം, ഒരു ഏകീകരണം നടത്തിയത്. അങ്ങനെ നടത്തുന്ന സമയത്താണോ സർക്കാരിന് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവസരം കുറഞ്ഞു പോയി എന്ന ബോധ്യം വന്നത് എന്ന ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജി ഉന്നയിച്ചിരുന്നു. അതേ കാര്യം ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള വിവേചനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് അത് വിവേചനപരമായി തോന്നാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് വിവേചനം നേരിടാൻ പാടില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെയാണ് സർക്കാരിന്റെ ഈ മാറ്റം, പ്രോസ്പെക്ടസിൽ അവസാന നിമിഷം വരുത്തിയ മാറ്റം കോടതി അംഗീകരിക്കാതിരുന്നത്. അതുപോലെ തന്നെ ഇതിൽ സർക്കാർ ഇന്ന് അപ്പീൽ പരിഗണിച്ച സമയത്ത് ചൂണ്ടിക്കാണിച്ചത് കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില വിവേചനം ഉണ്ടായിരുന്നു, അവർക്ക് അവസരം കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വിവേചനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു മാറ്റം വരുത്തിയത് എന്നാണ്. പക്ഷേ അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. അങ്ങനെ മാറ്റം വരുത്തണമായിരുന്നുവെങ്കിൽ നേരത്തെ മാറ്റം വരുത്തണമായിരുന്നു. അത് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിവ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് തന്നെ വേണ്ടിയിരുന്നതാണ് എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ സർക്കാരിന്റെ രണ്ടാമത്തെ ശ്രമവും ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഹൈക്കോടതി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിരുന്നു. ഇന്ന് ഡിവിഷൻ ബെഞ്ചും ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ മന്ത്രി ആർ ബിന്ദു നിലപാട് വ്യക്തമാക്കിയതാണ്. ഹൈക്കോടതി അപ്പീൽ നൽകുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ഇനി സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോകുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. അതല്ല എങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ എങ്ങനെയാണോ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നത് അതേ രീതിയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ചുകൊണ്ട്, അതിന് കുറച്ച് സമയമെടുക്കും, പുനഃക്രമീകരിച്ചുകൊണ്ട് എന്തായാലും സർക്കാരിൻ്റെ കയ്യിൽ പ്രവേശന പരീക്ഷാ കൺട്രോളറുടെ കയ്യിൽ കീമിൻ്റെ മാർക്കും അതുപോലെ തന്നെ പ്ലസ് 2 മാർക്കുകളുമുണ്ട്. ഇത് വെച്ചുകൊണ്ട് പ്രോസ്പെക്ടസിൽ എങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ
റാങ്ക് പുനഃക്രമീകരിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ റാങ്കിൽ ചിലപ്പോൾ ഒരു 1ാം റാങ്കിലുള്ള കുട്ടിക്ക് ആ റാങ്ക് തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെ ഓരോ റാങ്കുകളും അങ്ങനെയാണ്, മാറി മറിയും റാങ്ക്. അങ്ങനെ മാറി മറിയുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരിക. ഇതിന് കുറച്ചുകൂടി സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു, ഓഗസ്റ്റ് 25-ന് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് AICTEയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കണം. അപ്പോൾ കുറച്ച് സമയം മാത്രമേ അതിനുള്ളൂ. അത് മാത്രമല്ല, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലും അതിന് അലോട്ട്മെന്റ് നടക്കണം, പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം. ഇതിനും ഒരുപാട് സമയം വേണ്ടിവരും. അങ്ങനെ ഓഗസ്റ്റ് 25-ന് മുൻപ് പ്രവേശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അതിന് തടസ്സം വന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 25-ന് മുൻപ് പ്രവേശനം പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യവും മുഖവിലേക്കെടുത്തില്ല. ഹൈക്കോടതിയുടെ മുന്നിൽ ഒറ്റ കാര്യം മാത്രമാണ് വന്നത്, എന്തുകൊണ്ടാണ് ഒരു പ്രവേശന പരീക്ഷയ്ക്ക് പ്രോസ്പെക്ടസ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുൻപ്, കൃത്യം പറഞ്ഞാൽ 1 മണിക്കൂർ മുമ്പ്, അത് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരുന്നു, 1 മണിക്കൂർ മുമ്പ് ഈ പ്രോസ്പെക്ടസിൽ തിരുത്തൽ വരുത്തിയത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. അതേ കാര്യം തന്നെ ഡിവിഷൻ ബെഞ്ചും ഇന്ന് അംഗീകരിക്കുന്നത് വഴി സർക്കാർ നടത്തിയത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്, അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകളും ഇപ്പോൾ കൃത്യമായിട്ട് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അങ്ങനെ വലിയ തിരിച്ചടി. ശരിക്കും പ്രൊഫഷണൽ കോളേജ് പ്രവേശനത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. മുൻപ് സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശന സമയത്തൊക്കെ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ തന്നെ ഇത്തരത്തിലേക്ക് ഒരു മാറ്റം ഉൾപ്പെടുത്താതെ ഇരുന്നതാണ് സർക്കാരിന് തിരിച്ചടിയായത്, അങ്ങനെ പറയാമോ? അതെ, സർക്കാരിൻ്റെ കയ്യിൽ വഴികൾ ഉണ്ടായിരുന്നു, സർക്കാരിന് മുന്നിൽ സമയം ഏറെ ഉണ്ടായിരുന്നു. അക്കാര്യം ഇന്നലത്തെ വിധിയെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ സർക്കാരിൻ്റെ കയ്യിൽ ഇതിനുള്ള സമയം ഉണ്ടായിരുന്നിട്ടും വഴികൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും നാൾ ദീർഘിപ്പിച്ചതാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്ന 1 മണിക്കൂർ സമയമാണ്. അവസാനം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എങ്ങനെയാണ് പ്രോസ്പെക്ടസിൽ തിരുത്തൽ വരുത്തുന്നത് എന്ന കാര്യം പല രീതിയിൽ തന്നെ ഹൈക്കോടതി ചോദിച്ചു. പല തവണയായിട്ട് ഹൈക്കോടതി ആ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പല പാരഗ്രാഫുകളിൽ ഹൈക്കോടതി ഇന്നലത്തെ വിധിന്യായത്തിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ഇത്തരമൊരു മാറ്റം സാധ്യമാകുക എന്നുള്ള കാര്യം. അതിൽ മറ്റൊരു കാര്യം ചോദിച്ചു, ഒരു കളി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെ നിയമം മാറ്റുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണല്ലോ, ഒരു നിയമത്തിനനുസരിച്ചാകുമല്ലോ ഒരു മാച്ച് നടക്കുക എന്നുള്ള കാര്യം ഹൈക്കോടതി സിംഗിൾ ജഡ്ജി പറഞ്ഞിരുന്നു. പക്ഷേ ആ പരാമർശം ഡിവിഷൻ ബെഞ്ച് മാറ്റിയിരുന്നു. അപ്പോൾ സർക്കാരിന് ചില പ്രതീക്ഷയുണ്ടായിരുന്നു, മിക്കവാറും അനുകൂലമായ ഒരു ഉത്തരവോ സ്റ്റേയോ കിട്ടിയേക്കാമെന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ഇവിടെ കൃത്യമായിട്ടും അതേ കാര്യം തന്നെ സിംഗിൾ ജഡ്ജി എന്തു പറഞ്ഞോ അത് തന്നെ സിംഗിൾ ജഡ്ജി പറഞ്ഞിരുന്നു. സർക്കാരിന് മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നു, സർക്കാരിന് മുന്നിൽ സമയമുണ്ടായിരുന്നു. ഇപ്പോഴാണോ സർക്കാർ മനസ്സിലാക്കിയത് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളിൽ അവസാനം റാങ്ക് ലിസ്റ്റിൽ പ്രവേശനം കിട്ടുമ്പോൾ അത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവസരം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഇപ്പോഴാണോ സർക്കാരിന് മനസ്സിലായത് എന്ന് ഹൈക്കോടതി കൃത്യമായി ചോദിക്കുകയുണ്ടായി. ഇത്രയും വർഷം സർക്കാരിന് അത് അറിയാൻ പാടില്ലായിരുന്നു, ഈ അവസാന നിമിഷമാണോ ഇത് വേണ്ടത് എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. കൃത്യമായിട്ട് വിധിന്യായത്തിൽ പറയുകയും ചെയ്തതാണ്. അത് ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചു. ഏറ്റവും ഇപ്പോഴത്തെ സൂചനയനുസരിച്ച് സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോകുമെന്നാണ്. സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോകും. മന്ത്രി ഉടൻ തന്നെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉടൻ തന്നെ ഇതിനെക്കുറിച്ചൊരു വിശദീകരണവും നൽകും. സുപ്രീം കോടതിയിൽ നിന്ന് അടിയന്തരമായി ഒരു സ്റ്റേ ആയിരിക്കും സർക്കാർ ആവശ്യപ്പെടുക. കാരണം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. 76,000 വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതിനാൽ തന്നെ അടിയന്തരമായ ഒരു സ്റ്റേ വേണം എന്നുള്ള ആവശ്യമായിരിക്കും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുക. അതല്ലെങ്കിൽ ഇത്തവണത്തെ പ്രവേശന നടപടികൾ താളം തെറ്റും, നടക്കാൻ ബുദ്ധിമുട്ടുള്ളതായി മാറും, അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യം സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിയമോപദേശം സർക്കാരിന് കിട്ടിക്കഴിഞ്ഞു. ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് ആലോചന. ഒരു സ്റ്റേ കിട്ടിയില്ല എങ്കിൽ സർക്കാരിന് മുന്നിൽ വീണ്ടും കാര്യങ്ങൾ വഷളാകും. പുതിയൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. അതനുസരിച്ച് പ്രവേശന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള സമയം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സ്വയം വരുത്തി വെച്ച ഒരു കുഴിയിലാണ് ഇപ്പോൾ സർക്കാർ വീണിരിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വീണിരിക്കുന്നത്. പ്രവേശന പരീക്ഷാ കൺട്രോളിന്റെ മുന്നിൽ മറ്റ് വഴികളില്ല. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് റദ്ദായ സ്ഥിതിക്ക് അതുമായിട്ട് പ്രവേശനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പുതിയൊരു റാങ്ക് ലിസ്റ്റ് വേണ്ടി വരും, അതിന് സമയം വേണ്ടി വരും. അതിൽ വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജാസ്, ഇങ്ങനെ ഒരു മാറ്റം ഈ റാങ്ക് ലിസ്റ്റിൽ വരുത്തേണ്ടി വന്നാൽ അത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ, CBSE വിദ്യാർത്ഥികൾ, ICSE വിദ്യാർത്ഥികൾ, ഇവരെ ഓരോരുത്തരെയും ഏത് തരത്തിലാവും ബാധിക്കുക? ഇത് ഇങ്ങനൊരു മാറ്റം റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പൊതുവെ ബുദ്ധിമുട്ടുള്ള ടഫായ പരീക്ഷകൾ ഉള്ള CBSE-യും ICSE-യും സിലബസിലെ കുട്ടികൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുകയും
അതേപോലെ തന്നെ മാർക്കുകൾ കുറച്ച് കൂടുതൽ കിട്ടുന്ന സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ നല്ല രീതിയിൽ പുറകോട്ട് പോകും. കഴിഞ്ഞ വർഷം നമുക്കത് അനുഭവം ഉള്ളതാണ്. അതായത് ഒരു കുട്ടി, അത് കഴിഞ്ഞ വർഷം കീമില് 2 പിള്ളേർക്കായിരുന്നു ഫുൾ മാർക്ക് കിട്ടിയത് കീം എൻട്രൻസ് എക്സാമിന്. അപ്പം അതിലൊരു പയ്യൻ CBSE ആയിരുന്നു, അതേപോലെ മറ്റേ കുട്ടി സ്റ്റേറ്റ് ബോർഡ് ആയിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ് ബോർഡിലെ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് +2 ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഫുൾ മാർക്ക് ഉണ്ട്. അപ്പം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെയ്യേണ്ട മാക്സിമം അവൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസിലും ഫുൾ മാർക്കാണ്, +2ലും ഫുൾ മാർക്കാണ്. പക്ഷെ അവന് റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഈ +2 മാർക്കിൽ ഓൾമോസ്റ്റ് 27 മാർക്കാണ് അവന് കുറഞ്ഞത്. 300-ൽ നിന്നും 273 മാർക്കായിട്ട് അത് കുറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ അവന്റെ റാങ്ക് വന്നത് 25ാമത്തെ റാങ്കാണ്. അതിൽ 1ാമത്തെ റാങ്കുള്ള കുട്ടി ഒഴിച്ച് ബാക്കി 23 ആൾക്കാരും കീമ മാർക്കിൽ ഈ സ്റ്റേറ്റ് ബോർഡിലെ പയ്യനേക്കാൾ പുറകിലായിരുന്നു. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വ്യാപക പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ വർഷവും ദൗർഭാഗ്യവശാൽ അത് തന്നെയാണ് സംഭവിക്കുക. സ്റ്റേറ്റ് പിള്ളേരെ നല്ല രീതിയിൽ ഇത് ബാധിക്കും. ഇപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ല കോളേജ് കിട്ടും സാർ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ എന്തായിരിക്കും, ഒരു റാങ്കൊക്കെ ഒരു 2000-3000 റാങ്കുകളൊക്കെ പുറകിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 1ാം റാങ്കുകാരൻ ഒരേ കീമിനും ഫുൾ മാർക്ക് മേടിച്ചു, പരീക്ഷയിലും ഫുൾ മാർക്ക് മേടിച്ചു. ഒരാൾ 23ാം റാങ്കുകാരനായി താഴ്ന്നു പോയെങ്കിൽ ഈ സാധാരണഗതിയിൽ 5000-ഓ 10,000-ഓ ഒക്കെ നിൽക്കുന്ന ആളുകളൊക്കെ എത്ര റാങ്കിലോളം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്? ഏകദേശം താഴോട്ടേക്ക് പോകും ഉറപ്പായിട്ടും. അതനുസരിച്ച് താഴെ നിന്ന് CBSE വിദ്യാർത്ഥികൾ മുകളിലേക്ക് കയറി വരും അല്ലേ? കയറി വരും ഉറപ്പായിട്ടും. CBSE ICSE വിദ്യാർത്ഥികൾ കയറി വരും. ഈ ICSE ആണോ CBSE, ഇതിലേത് വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ നേട്ടം ഉണ്ടാകുക? ICSE വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അത് ഒരു വലിയ കൺസിഡറബിൾ നമ്പർ ഉണ്ടാവില്ല. അപ്പം എത്ര ആൾക്കാർ കയറി വന്നാലും നമ്പർ ഓഫ് കുട്ടികൾ കേരളത്തിൽ ICSE +2 പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അതേസ്ഥാനത്ത് CBSE നല്ലൊരു നമ്പർ ഉണ്ട്. ശരി, ശ്രീ ഫസൽ ഗഫൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, MESന്റെ പ്രതിനിധി. ശ്രീ ഫസൽ ഗഫൂർ, ഈ നിലവിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കൂടി അവസരം ലഭിക്കാൻ വേണ്ടി വരുത്തിയ മാറ്റം അതിപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. ശരിയായ സമയത്തല്ല, അവസാന നിമിഷമാണ് മാറ്റം വരുത്തിയത് എന്ന് പറയുന്നു. ഇത് വിദ്യാർത്ഥികളെ ഏതെല്ലാം തരത്തിലാവും ബാധിക്കുക? ശ്രീ ഫസൽ ഗഫൂർ കേൾക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സീനിയർ എഡിറ്റർ ശ്രീ മഞ്ജുഷ് ഗോപാൽ കൂടി ചേരുന്നു. മഞ്ജുഷ്, ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് 2000-3000 ഒക്കെ താഴേക്ക് പോവുകയും CBSE വിദ്യാർത്ഥികളുടെ റാങ്ക് മുകളിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരിക്കൽ റാങ്ക് കിട്ടിയ വിദ്യാർത്ഥികളാണ്, വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ. അവരുടെ ഭാവിയിൽ മേൽ വലിയൊരു തിരിച്ചടിയല്ലേ ഇത്? ഒരു സംശയവുമില്ല ഇക്കാര്യത്തിൽ. റാങ്ക് ലിസ്റ്റ് ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചതിനാൽ തങ്ങൾക്ക് ഏതെല്ലാം കോളേജുകളിൽ പ്രവേശനം കിട്ടും എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലെ ഏറ്റവും അവസാന റാങ്കുകാർ ആരാണ് ഓരോ കോളേജിലും പ്രവേശനം കിട്ടിയത്. അതുപോലെ തന്നെ സർക്കാർ കോളേജുകളിൽ ആദ്യം സർക്കാർ കോളേജുകളിൽ പ്രവേശനം നേടുവാനാണല്ലോ ലക്ഷ്യമിടുന്നത്. സർക്കാർ കോളേജുകളിൽ പ്രവേശനം കിട്ടാൽ എത്ര റാങ്ക് വരെ വേണ്ടിവരും എന്നൊക്കെ കാര്യത്തിലൊരു കണക്കുകൂട്ടലുകൾ ഇതിനകം തന്നെ ഓരോ വിദ്യാർത്ഥിയും നടത്തിയിട്ടുണ്ട്. അതിന് ഇപ്പോൾ തകിടം മറിക്കുന്ന രീതിയിലായിരിക്കും ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാൽ കാര്യങ്ങൾ. അദ്ദേഹം നേരത്തെ അജാസ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഒരു 2000-3000 റാങ്കൊക്കെ ചിലപ്പോൾ പിന്തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 5000 റാങ്കുള്ള ആൾക്കൊക്കെ ചിലപ്പോൾ 7000-ഓ 8000-ഓ ഒക്കെ റാങ്കിലേക്ക് മാറേണ്ടി വരും. അതുപോലെ തന്നെ ഇത്തവണത്തെ പ്രവേശന പരീക്ഷയുടെ അവസാനം കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് നോക്കുമ്പോൾ ആദ്യത്തെ 5000 റാങ്കുകാരെ മാത്രം എടുത്താൽ അതിൽ 2600ഓളം വിദ്യാർത്ഥികൾ കേരള സിലബസിൽ പഠിച്ചവരായിരുന്നു. ഏതാണ്ട് 2100 പേരായിരുന്നു CBSE സിലബസിൽ പഠിച്ചത്. ബാക്കിയുള്ള ഏതാനും പേർ ബാക്കി ബോർഡ് എക്സാമുകൾ എഴുതിയിട്ടുള്ളവരും. അങ്ങനെ വരുമ്പോൾ കേരള സിലബസിൽ പഠിച്ചവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നു മുന്തിയ റാങ്കുകളിൽ. അതിനർത്ഥം സർക്കാർ കോളേജുകളിൽ കൂടുതലായിട്ട് കേരള സിലബസുകാർക്ക് ഇത്തവണ പ്രവേശനം കിട്ടും മുൻ വർഷങ്ങളെക്കാൾ എന്നതായിരുന്നു. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ തവണത്തെ 2024 റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5000 റാങ്കുകാരിൽ ഏതാണ്ട് 2800-ലധികം വിദ്യാർത്ഥികൾ CBSE സ്ട്രീമിൽ പഠിച്ചവരായിരുന്നു. ഏതാണ്ട് 2000-ഓ 2100 അതിനിടയ്ക്ക് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു കേരള സിലബസിൽ പഠിച്ചിരുന്നവർ. ഇത് വലിയ പരാതിക്കാണ് അന്ന് ഇട നൽകിയത്. കാരണം അവസാനം മാർക്ക് ഏകീകരണം വന്നപ്പോൾ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 27 മാർക്ക് വരെ കുറഞ്ഞു എന്നുള്ളതായിരുന്നു അന്നത്തെ പരാതി. ചില കുട്ടികൾക്ക് 35 മാർക്ക് വരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഫുൾ മാർക്ക് മേടിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഇത്രയും CBSEയിൽ മുഴുവൻ മാർക്ക് മേടിച്ച വിദ്യാർത്ഥിയേക്കാൾ അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത്രയും മാർക്കുകൾ
കുറയുന്നത് റാങ്ക് വ്യത്യാസം വലുതാകാൻ ഇടയാകും. ഇത് വലിയ പരാതിയായിട്ട് ഉയർന്നു വന്നത് കഴിഞ്ഞ വർഷമാണ്. അതിന് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഇത് വലിയൊരു പരാതിയായി മാറുകയായിരുന്നു. പക്ഷേ സർക്കാരിന്റെ മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനും കേരള സിലബസിലേക്ക് കൂടുതലായി വിദ്യാർത്ഥികളെ എത്തിക്കുവാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അങ്ങനെ വന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിന് തന്നെ ഒരു ക്ഷീണമാണ്. ഇത് മാറ്റുന്നതിന് വേണ്ടി പ്രോസ്പെക്ടസ് കഴിഞ്ഞ വർഷം തന്നെ ഈ വിഷയം ഗൗരവമായിട്ടുണ്ട്. ആ വിഷയം വന്നതാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പരിഹരിച്ചിരുന്നുവെങ്കിൽ, ഏത് രീതിയിലാണ് പ്രവേശനം നടത്തുന്നത് പരിഹരിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. അത് വിദ്യാഭ്യാസ പ്രവർത്തകർ പലതവണ ആവശ്യപ്പെട്ടതാണ്. അത് മാത്രമല്ല സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ ഇതിനു വേണ്ടി വെച്ചതാണ്, പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി. എങ്ങനെ ഇതിലൊരു മാറ്റം വരും? ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം പല സ്ട്രീമിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണ്. ഒറ്റ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം നൽകുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവേശന പരീക്ഷയുടെയും അതുപോലെ തന്നെ അതോടൊപ്പം +2 പരീക്ഷയുടെ, അതായത് ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനെ ഒരു പ്രത്യേക ഫോർമുല അനുസരിച്ചാണ് അവസാനം റാങ്ക് നിശ്ചയിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ +2 പരീക്ഷയുടെ മാർക്കും നിർണായകമായി മാറുകയാണ്. ഇത് സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പരിഗണിച്ചു വന്നപ്പോൾ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് വിദഗ്ധ സമിതിയെ വെച്ചത്. അവർ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന നിർദ്ദേശം, വിവേചനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന നിർദ്ദേശം മന്ത്രിസഭാ യോഗമാണ് അംഗീകരിച്ചത്. പക്ഷേ അത് വൈകിപ്പോയിരുന്നു. ഇത് അംഗീകരിച്ച് അത് പ്രോസ്പെക്ടസിൽ ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചതാണ്. ആ സമയം ആ പ്രോസ്പെക്ടസിൽ വ്യവസ്ഥയായിട്ട് ഇത് ഉൾപ്പെടുത്തണമായിരുന്നു. ഇന്നതാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥ. ഇതനുസരിച്ചായിരിക്കും 2025 സ്കീം റാങ്ക് പട്ടിക തയ്യാറാക്കുക എന്ന്. പക്ഷേ അങ്ങനെയായിരുന്നില്ല. 2024 എന്തായിരുന്നു വ്യവസ്ഥ, അതേ വ്യവസ്ഥ തന്നെയാണ് 2025 ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ്, അത് സാമൂഹ്യ നീതിയുടെ ഒരു പ്രശ്നമാണ്. ഏത് തരത്തിലുള്ള പ്രവേശന പരീക്ഷകളിലും ഏത് തരത്തിലുള്ള ജോലിക്കുള്ള അപേക്ഷകളിലും ഒക്കെ ഈ പ്രതിനിധി ശ്രീ ഫസൽ ഗഫൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഇത് എവിടെയാണ് സർക്കാരിന് പിഴച്ചത്? ഇതൊരു കുഴഞ്ഞ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം അതിനെപ്പറ്റി ഒരു രൂപം ഉണ്ടാവും. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂവിന് ശേഷം ഒരു അഡൻഡമാതിരി അല്ലെങ്കിൽ അത് അവസാന നിമിഷത്തിൽ പ്രോസ്പെക്ടസ് കൊണ്ടുവരികയും മുൻ കൊല്ലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അതിലൊരു മത്സരബുദ്ധി ഉണ്ടല്ലോ വിദ്യാർത്ഥികളുടെ ഇടയിൽ. പ്രത്യേകിച്ച് മാർക്ക് ഇടുന്നത് CBSE കുട്ടികൾക്ക് ഒരു തരത്തിൽ മാർക്കും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് സിലബസിന് വേറെ തരത്തിൽ മാർക്കാണ് വരുന്നത്. അത് അങ്ങനെ തന്നെ വരുള്ളൂ. 2 വാല്യുവേഷനും 2 സിലബസുമായിട്ട് നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നോർമലൈസേഷൻ കൊണ്ടുവന്നെങ്കിലും ഇപ്പൊ അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതിലിപ്പോ ചില കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാറുണ്ട് CBSEക്ക് അനുകൂലമായിട്ട് വരുന്നു, ചില കാലഘട്ടങ്ങളിൽ അത് മറ്റേ SSLCക്ക് അനുകൂലമായി മാറ്റുന്നു എന്നുള്ള. അപ്പൊ അതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരു പരിഹാരം അതുള്ളത്. ഇപ്പൊ ഇപ്പോഴത്തെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. പരിഹാരം എന്ന് പറഞ്ഞാൽ അതിന്റെ +2 മാർക്ക് നമ്മൾ ഇല്ലാതാക്കേണ്ടി വരും. നീറ്റ് പരീക്ഷ മതി. നീറ്റ് പരീക്ഷയിൽ +2 മാർക്ക് വരുന്നില്ല. അപ്പൊ എല്ലാവരും തുല്യമായിട്ടുള്ള ഒരു പരീക്ഷയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ പാവപ്പെട്ട കുട്ടികളൊക്കെ കൂടുതൽ പഠിക്കുന്നത് മലയാളം മീഡിയം അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് എങ്ങനെയാണ്, മറ്റേ CBSEയിൽ പണം കൊടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്, അവര് മാർക്ക് കൂടുതൽ കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഈ നോർമലൈസേഷൻ വരേണ്ടി വന്നത്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ലേ നേരത്തെ? അത് മാത്രമായിരുന്നപ്പോൾ പരിശീലനം കിട്ടിയ കുട്ടികൾക്ക് മാത്രം കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? അത് മറിച്ച് സംഭവം SSLCക്ക് പഠിക്കുന്ന കുട്ടികൾ, ഞാനത് പറയാൻ കാരണം MES രണ്ടും ഉണ്ട് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 25 സ്കൂള് CBSE 22 സ്കൂള് സ്റ്റേറ്റ് സിലബസും ഉണ്ട് എയ്ഡഡ്. അപ്പൊ അതിലെന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാം. ഇത്തവണ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞല്ലോ പരീക്ഷ നടത്തണമെന്ന്. കുട്ടികളെ വെറുതെ പാസ്സാക്കുകയാണ്. 35 മാർക്ക് വേണം പാസ്സിന് വേണമെങ്കിലും അല്ലെങ്കിൽ 30 വേണമെങ്കിൽ അതിൽ 8 മാർക്ക് മാത്രം മതി SSC പാസ്സാവാനായിട്ട്, 10ാം ക്ലാസ് പാസ്സാവാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് വൻ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിലല്ല, മുൻപ് ചാക്കേരി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അതിനെ ചാക്കേരി പാസ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് 100 എല്ലാവരും പാസ്സാക്കുക. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെ 90% പാസ്സായി, പിന്നെ 98 പാസ്സായി, ഇപ്പൊ 99% പാസ്സായി. വിദ്യാഭ്യാസ മന്ത്രിമാരെ തമ്മിൽ തർക്കമാണ് അവർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്.
അല്ല ഡോക്ടർ, അതുകൊണ്ട് മാത്രമല്ലല്ലോ ഈ +2വിന്റെ മാർക്ക് കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് മാത്രം ആയിരുന്നില്ലല്ലോ. വലിയൊരു വിവാദം ഇവിടെ നടന്നിരുന്നുവല്ലോ. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, അവിടെ പഠിക്കുവാനായിട്ട് വലിയ പണം വേണം, അത് സാധാരണക്കാരായ കുട്ടികൾക്ക് പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള പരാതി ഉയരുകയും പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് മുൻപെടുത്ത് നോക്കുമ്പോൾ അന്ന് ഈ പറയുന്ന പ്രവേശന പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്, +2 മാർക്ക് നോക്കാറില്ല. അന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഈ കോച്ചിങ് സെന്ററുകളിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ സാധാരണക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്? +2വിന്റെ മാർക്ക് കൂടി മഞ്ജുഷ പരാതി കൊടുത്താലും ഞാനാണ്. അതാണ് എനിക്കത് ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് നേരിട്ട് ചോദിച്ചത്. MA ബേബിയുടെ അടുത്ത് പോയിട്ട് ഈ +2 സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ അവപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് കോച്ചിങ് സെന്ററിൽ പോകാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അവരുടെ മെഡിക്കൽ അവർ ഓൾറെഡി കാണിച്ചിരുന്നു. പിന്നെ വെറുതെ രണ്ടാമത് കുറെ എൻട്രൻസ് എക്സാം കൊല്ലങ്ങൾ പോകുന്നു, അതിനൊക്കെ പണം ചെലവ് വരും. അതുകൊണ്ട് അവർക്ക് ഇത് തന്നെയുള്ള തമിഴ്നാട് എടുത്തിട്ടുള്ള സമീപനം. നമുക്കറിയാം തമിഴ്നാട് നീറ്റ് പരീക്ഷ എടുത്ത സമീപനം തന്നെയാണ്. അപ്പൊ ആ നിലക്ക് ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞത് ഈ ഇതിന്റെ +2വിന്റെ മാർക്ക് കൂട്ടണം, അല്ലെങ്കിൽ എന്തിനായിട്ട് ഒരു +2 എല്ലാവരും അങ്ങോട്ട് പാസ്സാക്കിയാൽ പോരെ? ഈ 98% പാസ്സാക്കണ നേരം കൊണ്ട്. അപ്പൊ ആ നിലക്ക് ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനം. പക്ഷെ ഇത് ഇത്തരത്തിലുള്ള കുടുക്കുകൾ വരും, കാരണം വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം വരാണ്. അപ്പൊ അവർ കേസ് കൊടുക്കും എന്നുള്ളൊരു വസ്തുത. പക്ഷേ ഇതൊരു സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നില്ലേ ഡോക്ടർ ഫസൽ ഗഫർ? ഇത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ മതിയായിരുന്നു. ഈ അവസാന മണിക്കൂറിൽ കോടതി അതിൽ എടുത്തു പറയുന്നുണ്ട്, അവസാന മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഈ തീരുമാനം എടുക്കുകയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ്. ഇത് എവിടെയാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തീരുമാനം വരുന്നത്? അതൊരു വീഴ്ച തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ ഡിസ്കഷൻ വരുമ്പോൾ എങ്ങനെ പോയി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഒരു വീഴ്ചയാണ്. കാരണം പ്രോസ്പെക്ടസ് അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ പുറത്തിറക്കണമെന്നൊന്നുമില്ല. അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കുട്ടി കോടതിയിൽ പോയാൽ മതി. ഇതിങ്ങനെയാണ് കൊടുത്തിരുന്നത്, അത് പിന്നീട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ പല കേസുകൾ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് കോളേജുകളിൽ പഠിച്ചത്. അപ്പൊ നമുക്കറിയാം ഈ കേസുകൾ വരും. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു സീറ്റ്, വളരെ വിലയേറിയ ഒരു സീറ്റ്, അത് നഷ്ടപ്പെടുമ്പോൾ ഇവർ കോടതിയിൽ പോകും. അപ്പൊ അത്തരത്തിലാണ് ഇപ്പൊ കോടതിയിൽ പോയിട്ടുള്ളത്. ഈ പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് ഇക്കാര്യത്തിൽ? അത് കേസിലായി പോകും വീണ്ടും മഞ്ജുഷേ. വീണ്ടും ഒരു പുതിയ മറ്റൊരു മുമ്പേ കേസ് കൊടുക്കും. ഇപ്പൊ തന്നെ ഒരു കേസ് ഓൾറെഡി നിൽക്കുന്നു ഡിവിഷൻ ബെഞ്ചിൽ തോറ്റാ ആ കുട്ടി സുപ്രീം കോടതി പോകും. വിദ്യാഭ്യാസ പ്രശ്നത്തിൽ സുപ്രീം കോടതി പോകാൻ പറ്റും. ഞാൻ സുപ്രീം കോടതി പോയിട്ടുള്ള ആളാ. അത് ഏത് ബേസിൽ പോകും? ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ എന്റെ പേര് മുകളിൽ ഉണ്ടായിരുന്നു, രണ്ടാമത് തയ്യാറാക്കിയപ്പോൾ താഴെയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ? പ്രോസ്പെക്ടസ് അല്ലേ അവിടെ പ്രധാന ഘടകം? അത് പറ്റും. പ്രോസ്പെക്ടസിൽ മാറ്റം ഇടയിൽ കൂടെ ഇപ്പൊ കോടതി പറയണം, നിങ്ങൾ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ശരിയല്ല. മുൻ കൊല്ലത്തെ പ്രോസ്പെക്ടസ് ആണ് ആ കുട്ടികളൊക്കെ വിചാരിച്ചിരുന്നത്, അത് പ്രകാരമാണ് പോകേണ്ടിയിരുന്നത്. അതിൽ നിങ്ങൾ അത് പ്രകാരം പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കിയാൽ ഓക്കെ ആയല്ലോ. അല്ല, ഓക്കെ ആവൂലല്ലോ. കാരണം പഴയ റാങ്ക് പട്ടിക പ്രകാരമല്ലേ ഞാൻ വരേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ റാങ്ക് പട്ടിക മാറ്റി എന്റെ റാങ്ക് താഴത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ ഞാൻ കോടതി പോകും. എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇത് കോടതിക്ക് മാത്രം ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും. ആ കോടതിക്ക് മാത്രമേ തീരുമാനം പറ്റുള്ളൂ കേട്ടോ. മറ്റേ വേറെ വഴിയില്ല ഇതിന്. ശരി, ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ചർച്ച തുടരേണ്ടതുണ്ട്. എന്താണ് കുട്ടികളുടെ ഭാവി എന്നെ സംബന്ധിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളടക്കം കേൾക്കേണ്ടതുണ്ട്. സർക്കാരിന് മുന്നിലുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്താം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ശശി തരൂർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ കൂടുതൽ പേർ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സർവേ അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് സംബന്ധിച്ചാണ് മുഖ്യമന്ത്രി മോഹം അദ്ദേഹം പരസ്യമാക്കുകയാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂര് എല്ലാവരിടത്തും അനഭ്യുതനായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തിലൊരു മുഖ്യമന്ത്രി മോഹം ഉണ്ടോ? തീർച്ചയായും മുഖ്യമന്ത്രി മോഹമുണ്ട്. മുഖ്യമന്ത്രി മോഹം ഉണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം എന്തായാലും BJP-യിലേക്ക് പോകാനുള്ള ഒരു ചാൻസും കൂടിയാണ് കാണുന്നത്. കാരണം ഈ മുഖ്യമന്ത്രി മോഹം മാത്രമല്ലല്ലോ വന്നത്, അത് കോൺഗ്രസിൽ നിന്നിട്ട് തന്നെ പറഞ്ഞ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞത് അവരുടെ പാർട്ടിന്നാ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത്? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. അവരുടെ പാർട്ടി അന്ന് അടിയന്തരാവസ്ഥ ചെയ്ത കാര്യങ്ങളാ പറയുന്നത്. അപ്പം BJP-യിലേക്ക് പോകാൻ അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഈ ഇദ്ദേഹത്തെ 10% സ്ഥാനത്തുനിന്നും എല്ലായിടത്തും രാജിവെപ്പിക്കുക. MP സ്ഥാനം ഇപ്പോഴേ വെപ്പിക്കരുത്. ബാക്കിയുള്ള ഇതൊക്കെ അങ്ങ് രാജിവെപ്പിക്കുക. ലാസ്റ്റ് പിന്നെ അടുത്ത മത്സരത്തിന് സ്ഥാനം കൊടുക്കുകയും ചെയ്യരുത്. അപ്പോഴത്തേക്ക് BJP-യിലേക്ക് ഇല്ലെങ്കിൽ പാരഡോക്സിയൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പുസ്തകം എഴുതിയ മോദിയെക്കുറിച്ച് പുസ്തകം എഴുതിയ ശശി തരൂരിന് അങ്ങനെ അങ്ങ് വേഗത്തിൽ BJP-യിൽ പോകാൻ കഴിയുമോ?
അതൊക്കെ പോവാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ ശശി തരൂർ പറയുന്നത് കേട്ട് പിന്നെ നരേന്ദ്രമോദി പ്രശംസിക്കുന്നുണ്ടാവും. പിന്നെ ശശി തരൂരിനെ വിളിച്ച് ആശ്ലേഷിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഹിറ്റായിരുന്നു നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടാവും. കാരണം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിനെ കുറ്റം പറയാൻ ഒരാളുള്ളപ്പോൾ ബിജെപിക്ക് പിന്നെ കോൺഗ്രസിനെ കുറ്റം പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അടിയന്തരാവസ്ഥ ഇപ്പം BJP എതിർക്കുന്ന അതേ സ്ഥാനത്ത് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഈ ശശി തരൂർ ഈ പറയുന്നത് ഞാൻ കേട്ടെ ഈ പിന്നെ 2009 മുമ്പ് ഈ ശശി തരൂരിന് അടിയന്തരാവസ്ഥയെ കുറിച്ച് വിശ്വപൗരനല്ലേ, എല്ലാ ബുക്കുകളൊക്കെ എഴുതുന്ന ആളും വായിക്കുന്ന ആളും ഒക്കെ അല്ലേ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശശി തരൂരിന് അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള ഒരു ക്രൂരതയെ കുറിച്ചുള്ള ഒരു ബോധ്യമൊക്കെ വന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ 15 വർഷവും ഈ ഒരു ബോധ്യം വന്നില്ല. ബോധ്യം ഉണ്ടായില്ലായിരുന്നോ? അതായത് അന്ന് അങ്ങനെ ഈ കോൺഗ്രസിലേക്ക് വരണമായിരുന്നു ഇദ്ദേഹത്തിന്. നേരെ ഏതെങ്കിലും വേറെ പാർട്ടിയിലേക്ക് പോയാൽ പോരായിരുന്നോ? അന്ന് പിന്നെ അടിയന്തരാവസ്ഥയെ എതിർക്കാതിരുന്ന അദ്ദേഹം ഇപ്പോൾ സ്ഥാനമാനങ്ങൾ ഇല്ല എന്ന്, ഇനി ചിലപ്പോൾ കിട്ടില്ല എന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് അമേരിക്കയിലേക്കാണ് അദ്ദേഹം പോയത്. എന്നിട്ടാണ് ഇന്ത്യയെ ഭാവിയെ കുറിച്ച് അയാൾ ഉത്കണ്ഠപ്പെടുന്നത്. ഇപ്പോൾ അത് മനസ്സിലാക്കണം. ശരി, ശ്രീ കമാൻഡർ മാത്യു ആണ് അടൂരിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ മാത്യു, ഈ തരൂരിൻ്റെ ഒരു ലക്ഷ്യം, തരൂരിന് ഇനിയിപ്പോൾ കേന്ദ്രത്തിലൊന്നും കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നൊരു മോഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇത് സ്വയമായിട്ട് ഒപ്പിച്ചൊരു പണി തന്നെയാണ്. കാര്യം എന്ന് വെച്ചാല് ഈ വോട്ട് വൈബ് എന്ന് പറയുന്ന ഈ സ്വതന്ത്ര സർവേ ഏജൻസി എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരെങ്കിലും അതിനകത്ത് ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മീഡിയ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന്. ഇതിന്റെ അകത്ത് നിഷ്പക്ഷമായിട്ട് BJPയുടെയും ശശി തരൂരിന്റെയും കൈയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയം വേണ്ട. 1. 2, ശശി തരൂർ ഇത്രയും അന്തസ്സുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ പാർലമെന്റ് സ്ഥാനം രാജിവെച്ചിട്ട് BJP പോട്ടുന്നേ? അപ്പം നമുക്ക് കാണാമല്ലോ അയാൾ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കോൺഗ്രസ് ഇല്ലാതെ അയാൾക്ക് ഒരിക്കലും ഒരു കാലത്ത് പോലും ഒരു നിലനിൽപ്പില്ല. ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ ഒരു വ്യാമോഹം മാത്രമാണ്. ഇന്ന് കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ കഴിവുള്ളവരെ ലൈൻ നിൽക്കുക. നമ്മുടെ കുപ്പായം തയ്ച്ച് നമ്മുടെ രമേശ് ചെന്നിത്തല എത്രയോ വർഷമായിട്ട് നിൽക്കുക. ഇവിടെ സതീശൻ നിൽക്കുന്നു, മുല്ലപ്പള്ളി നിൽക്കുന്നു, സുധാകരൻ നിൽക്കുന്നു, KC നിൽക്കുന്നു. അപ്പൊ ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ ഒരു പ്രസ്താവന തന്നെ കൊടുത്തെന്ന് നാണക്കട ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യന്. ഞാൻ വിചാരിക്കുന്നത് ഇത് മനഃപൂർവ്വം BJP ഇദ്ദേഹത്തെ അവഹേളിക്കാനും ഏത് രീതിയിലും BJP ഇയാളെ എടുക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ BJPയുടെ ഒരു ഗൂഢതന്ത്രമാണ്. അത് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ BJPക്ക് അനുകൂലിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായും സംശയിക്കാവുന്ന അങ്ങനെ ഒരു ആധികാരികതയില്ലാത്ത ഒരു സർവേ, ആ സർവേ ഫലം തരൂർ തന്നെ പുറത്തുവിടുന്നു. എന്താവും തരൂരിന്റെ ഉദ്ദേശം? BJPയിലേക്ക് ചേക്കേറാൻ സ്വയം തിരക്കഥ എഴുതി സ്വയം വായിക്കുകയാണ് ശശി തരൂർ. അദ്ദേഹത്തിന് ഇല്ലാത്ത പരിഭാഷം നൽകി അദ്ദേഹത്തെ മഹാനാക്കരുത് എന്നാണ് ഇനി മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളില്ലാത്ത പരിവേഷം ഒന്നും നൽകില്ലല്ലോ. തീർച്ചയായിട്ടും നൽകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റാണ്, ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഗവൺമെന്റ് അതായത് ഗവൺമെന്റുകളിൽ ഭരണത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തെ ഉദ്യോഗ തലത്തിൽ ഓരോ സ്ഥലത്തായി നിയോഗിക്കുകയും അത് ചെയ്യുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കോൺഗ്രസ് സംസ്കാരമുള്ളവനല്ല. പക്ഷേ ശ്രീ റഷീദ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തിൽ 10, 40, 50 വർഷമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും നേടാത്ത പല പദവികളും കഴിഞ്ഞ 16 വർഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്ത 16 വർഷവും അദ്ദേഹം MP ആയിരുന്നു. അങ്ങനെ അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം അറിയില്ല എന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഇവരെക്കാളൊക്കെ തന്ത്രങ്ങൾ അറിയാവുന്ന ആള് തന്നെയാണ് തരൂർ എന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾക്ക് വേറെ അഭിപ്രായം കാണിച്ചു. ഒന്ന് മനസ്സിലാക്കണം, അദ്ദേഹത്തെ കോൺഗ്രസ് നേതാവായിട്ട് കോൺഗ്രസ് അണികൾ എവിടെയെങ്കിലും ശശി തരൂർ സിന്ദാബാദ് എന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഈ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കാര്യത്തിൽ മറ്റു നേതാക്കളെക്കാൾ മിടുക്കനാണ് തരൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 16 വർഷത്തിൽ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്തപ്പോൾ തന്നെ MP ആവുന്നു. അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി, അവിടുന്ന് രാജിവെക്കേണ്ടി വരുന്നു, വീണ്ടും കേന്ദ്രമന്ത്രിയാവുന്നു. ഇപ്പോൾ അധികാരമില്ലാത്തതുകൊണ്ട് പദവിയിൽ അത്രയേ ഉള്ളൂ. പാർട്ടി ചെയ്ത ഒരു കാര്യമാണ്, അതല്ലാതെ അദ്ദേഹം ഒരു പാർട്ടി നേതാവായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു പാർട്ടി നേതാക്കളും അദ്ദേഹത്തെ നേതാവായിട്ട് എവിടെയെങ്കിലും അഭിസംബോധന ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പരാജയമാണ് രാഷ്ട്രീയത്തിൽ. ഇനി ഇപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം കൂട്ടിയിട്ട് പെട്രോൾ തീ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹം വന്നത്. ശ്രീ റഷീദ്, നമ്മൾ രണ്ടുപേരും ഉദ്ദേശിച്ചത് 2 തരത്തിലുള്ള ആശയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ വീണ്ടും വീറോടുകൂടി വാദിച്ചത് മറ്റു കാര്യം
കൂടിയാണ്. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, ശശി തരൂർ സ്വയം അദ്ദേഹത്തെയാണ് മലയാളികളാകെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സർവേ, ആ സർവേ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു മുഖ്യമന്ത്രി പദമോഹമുണ്ട് എന്നുള്ളത് അദ്ദേഹം പരസ്യമാക്കുകയാണോ? അധികം പറയാൻ സമയമില്ല, സമയം തീരാറായില്ലേ, പെട്ടെന്ന് പറയാം. പറഞ്ഞു. അതെ, പുള്ളി ആ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആകാൻ ആദ്യം നോക്കി, അത് ചീറ്റിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാൻ നോക്കി, അത് ചീറ്റിപ്പോയി. പിന്നെ എന്താ ചെയ്യുക, ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ തിളച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് ഇങ്ങനൊരു ബുദ്ധി പുള്ളിക്ക് തോന്നിയത്. സ്വന്തമായിട്ട് സർവേ ഉണ്ടാക്കി അതിനകത്തൊരു മുഖ്യമന്ത്രിയായി. ഇപ്പൊ പുള്ളി സർവേയിൽ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. ഇനി സംഭവിക്കേണ്ടത് കോൺഗ്രസ് പുള്ളി അതിനെ അനുവദിക്കുക എന്നുള്ള കാര്യമാണ്. അതിനു മുമ്പായിട്ട് അറിയേണ്ടത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇനിയും വരാൻ മാസങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതുവരെയുള്ള ഇതനുസരിച്ചിട്ട് LDF ആണെങ്കിൽ 3 തവണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് കോൺഗ്രസിനാണെങ്കിൽ ഭൈമി കാമുകന്മാരെന്ന് പറഞ്ഞ് എത്രയോ പേരാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നത്. പുള്ളിയാണെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയും തള്ളിക്കളഞ്ഞാണ്, ഡൽഹി നായർ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഏതായാലും ചങ്ങനാശ്ശേരിക്കാരായാലും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം അസൽ നായരാണെന്ന് പുള്ളി ചങ്ങനാശ്ശേരിയിലെ സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. അത് ആ അവസ്ഥയിലാണ് ഇപ്പൊ കാര്യം നിൽക്കുന്നത്. പക്ഷേ ഈ ഉണ്ടിരിക്കുന്ന നായർക്ക് ഒരു ഉള്ളുവിളി ഉണ്ടായെന്ന് പറഞ്ഞ പോലെ ശശി തരൂരിന് തോന്നിയ ഉള്ളുവിളിയൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. കാരണം ശശി തരൂരിനെ കോൺഗ്രസ് ഏതായാലും മുകളിലേക്ക് വിടില്ല. ശശി തരൂർ BJPയുടെ പോക്കറ്റിലായെന്നാണ് കോൺഗ്രസ്സുകാർ പലരും വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ശശി തരൂർ ഇങ്ങനെ ജിമ്മിക്ക് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിലും കൂടുതൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ശശി തരൂരിനെ പോലെ ഒരു നേതാവ് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ രീതിയിൽ നിൽക്കാൻ വേണം എന്നുള്ള, അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന മട്ടിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റു വിഷയവുമായി.